സ്നേഹമുള്ളവരെ, മഞ്ഞുതുള്ളി എന്ന ഈ ചിന്താശകലത്തിലേക്ക് ഏവർക്കും സ്വാഗതം. മഞ്ഞുതുള്ളി എന്ന് നനയ്ക്കുമ്പോൾ തന്നെ നമ്മിൽ നിറയുന്നു വെണ്മയും കുളിർമയും നൈർമല്യവും മൃദുവും ഇമ്പവുമാർന്ന മഞ്ഞിൻ കണം. വെണ്മയേറിയതും കുളിർമയേകുന്നതുമായ മുഖം, ഇമ്പമാർന്ന സ്വരം, നിഷ്കളങ്കമായ പുഞ്ചിരി, മൃദുവായ സ്പർശം, നൈർമല്യമാർന്ന മനസ്സിനും ഉടമകളാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ. അതെ, ഇന്നത്തെ ചിന്താശകലത്തിൽ കുഞ്ഞുങ്ങളാകട്ടെ ആദ്യത്തെ മഞ്ഞുതുള്ളി. ഒരു നിമിഷം കുഞ്ഞുങ്ങളെ ഒന്ന് ഓർത്തു നോക്കൂ. കാപ്പിട്ടമില്ലാത്ത ലോകമാണ് അവരുടേത്. എപ്പോഴെങ്കിലും അവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരെല്ലാം ഇപ്പോഴും ഉത്സുകരാണ്. ഒരു കാര്യം തനിക്ക് സ്വന്തമായി ചെയ്യാനാകില്ലെങ്കിൽ ആ കുഞ്ഞ് മറ്റുള്ളവരെ ആശ്രയിക്കും. അവർ നമ്മെ പഠിപ്പിക്കുന്നു ഈ സമൂഹത്തിൽ നമ്മുടെ പരസ്പരാശ്രയം. വിശുദ്ധ ബൈബിളിൽ യേശുനാഥൻ പറയുന്നുണ്ട്, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ശിശുക്കളെ പോലെ ചെറുതാകുന്നവൻ സ്വർഗരാജ്യത്തിൽ അവകാശം ലഭിക്കുകയുള്ളൂ. വലിയവരായ നമ്മിൽ ഞാനെന്നും എനിക്കെന്നും എൻ്റേതെന്നുമുള്ള സ്വാർത്ഥതയുടെ നാമ്പുകൾ ഉടലെടുക്കുമ്പോൾ മനുഷ്യർ പരസ്പരം അകന്നു മാറി വിള്ളലേൽക്കപ്പെടുന്ന സമൂഹം. ശിശുവിനെ പോലെ ചെറുതാകുമ്പോൾ നമ്മിൽ എളിമയും നിസ്വാർത്ഥതയും പരസ്പരാശ്രയബോധവും വളർന്ന് ഈ സമൂഹത്തിൻ്റെ വിള്ളലുകളെ നമുക്ക് മായ്ക്കാനാവട്ടെ എന്ന് ആശംസിക്കുന്നു.